തിരുഹൃദയഗീതം 17-ാം ഭാഗം. വർഗവിദ്വേഷവും വർഗീയവേദിയും വർണ്ണച്ചുവകളും മസ്തമിക്കാൻ മാമാക ഹൃദയത്തെ അഭയം പ്രാപിക്കുവിൻ. മാലോകരെല്ലാരും ശരണപൂർവം ഞാനരുളിടുന്ന തിരുമൊഴി മുഴുവനും ജ്ഞാനപരിമള കിരണങ്ങളും മറുലോകത്തിൻ്റെ മധുരം തുളുമ്പുന്ന മാനവമോചന സുക്തങ്ങളും ഈ മൊഴി കേൾക്കുന്ന ശ്രവണപൂടങ്ങളെ ഇരുളിൻ്റെ നാദം ഭയപ്പെടുന്നു. ഈ മൊഴി പാപിതൻ കണ്ണു നനയ്ക്കുന്നു. ഇറ്റിറ്റു വീഴ്ത്തുന്ന മിഴിനീർക്കണം. ബൈബിളിൽ തിങ്ങി നിറഞ്ഞ ഈ സൂക്തങ്ങൾ ഭഗവദ്വചനങ്ങൾ വായിക്കുവിൻ. പാറകൾ കീറി പരിശുദ്ധ കുടിജലം ഭാരിനു നൽകുമീയരുവി എന്നിൽ. ദാഹം ശമിക്കുവാൻ ക്ഷീണം കുറയ്ക്കുവാൻ മോഹിച്ചു ശരണം ഗമിച്ചിടുവിൻ. ആയുധഭ്രാന്തിനാൽ അണുബോംബു നിർമ്മിച്ച ആഗോള ജനതയെ ചാമ്പലാക്കാൻ ഭൂമിയെ ദയനീയ ചാരക്കുന്നാക്കുവാൻ ഭൗതിക ശക്തരാഷ്ട്രങ്ങളാകെ ശാസ്ത്രസാങ്കേതിക പാതയൊരുക്കുന്നു. ശാന്തിയും പ്രേമവും ഭസ്മമാക്കാൻ ആഴിയോളങ്ങളെ അഗ്നിനാളങ്ങളും ഊഴിതൻ പൂങ്കാവും പുൽപ്പരപ്പും നരകോടി പാർക്കുന്ന നാടും നഗരവും നാഗസഖിയാക്കാൻ നരകമാക്കാൻ വെമ്പുന്ന ഇന്നത്തെ അന്തരീക്ഷം മാറാൻ തമ്പൂരാൻ കർത്താവിൻ ശരണപ്പേടു. മദ്യങ്ങൾ മാരക ദുരിതമുണ്ടാക്കുന്ന മയക്കമരുന്നുകൾ മുതലായവ മാലോകമാകവെ തീർത്തും നിരോധിക്കാൻ മഹനീയ മോഹന കുരിശുയുദ്ധം. ലോകമെമ്പാടും തുടങ്ങുവിൻ ഭൂമിയിൽ നാഗം രചിക്കുവാൻ പോരാടുവിൻ. കരളുകൾ കരിയുന്ന മദ്യപാനം മൂലം കരയുന്നു ഭാര്യയും കുഞ്ഞുങ്ങളും. ആഗോളമാലിന്യമാധകാലകരിയാൽ കരടിക്കു തുല്യം കാടും ക്രൂരമായി കുടുംബത്തലവന്മാരലറിയും ജയിപ്പിച്ചും കോമള ഭവനങ്ങൾ നരകമാക്കി. കുടുംബത്തലവന്മാരലറിയും ജൽപ്പിച്ചും കോമള ഭവനങ്ങൾ നരകമാക്കി. ശാന്തി കെടുത്തുന്ന ഭീതി പരത്തുന്ന ഭ്രാന്തരായി മനുഷ്യരെ മാറ്റിയിടുന്ന മദ്യപാനത്തിൻ്റെ ശാപകൃപത്തിങ്കൽ മാനവ സോദരർ വീണിടാതെ മഹനീയ ജീവിതമാസ്വദിച്ചിടുവാൻ
മനസ്സുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. വിവിധ മതസ്ഥരും മതബോധരഹിതരും കലഹങ്ങൾ കൂടാതെ കലവറ കൂടാതെ കാത്തു സൂക്ഷിക്കട്ടെ നിത്യശാന്തി. മതമേതായാലും മർത്യരെല്ലാം ഒരേ മമ്മീതൻ മക്കളാണെന്ന സത്യം. ഏകപിതാവിൻ്റെ ചുംബനം കിട്ടുന്ന ഏറ്റവും വത്സരാണെന്ന കാര്യം നാസ്തികരെങ്കിലും സഹചരാണെന്നുള്ള വസ്തുത വിസ്മരിക്കല്ലായൊട്ടും. നാസ്തികരെങ്കിലും സഹചരാണെന്നുള്ള വസ്തുത വിസ്മരിക്കല്ലായൊട്ടും. സകലരും സകല്യമോചന ദൗത്യമായി സംഘടിച്ചെങ്കിലീ ഭൂമിയാകെ പുതിയൊരു സുരബില പറുദീസ തന്നീലേ പൂവനദളനീര പോലെയാകും. മാനവവേദിയിൽ മന്ന വർഷിക്കുവാൻ വാനവഗീതങ്ങളാനന്ദിപ്പാൻ. മാനവവേദിയിൽ മന്ന വർഷിക്കുവാൻ വാനവഗീതങ്ങളാസ്വദിപ്പാൻ. ചെങ്കടൽ പിളരുവൻ വാഗ്ദാന ഭൂമിയിൽ ചെല്ലുവാൻ ജനതാതിശക്തരാകും. നരരാശി മുഴുവനും തൊഴിൽ ചെയ്ത് കഴിയുവാൻ നസ്രസിലെയ കുടുംബരംഗം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഈശോയുടെ വാക്കുകൾ. ഓരോ കുടുംബവും നിങ്ങളുടെ ജോലികളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനും എൻ്റെ അനുഗ്രഹം ഫലമണിയണമെങ്കിലും നിങ്ങളുടെ സന്മനസ്സും അതിനോട് യോജിക്കണം. ഒരു കുടുംബത്തെ സജീവമാക്കി വീടിനെ പരിശുദ്ധമാക്കുന്ന സന്മനസ്സ് എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഭർത്താവ് കുടുംബത്തിൻ്റെ ശിരസ്സായിരിക്കണം, സ്വേച്ഛാധിപതിയാകരുത്. ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഭൃത്യരുടെയും ശിരസ്സായിരിക്കണം, അതേസമയം രാജാവുമായിരിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന തരത്തിലുള്ള രാജാവ്. വിവാഹം
വിവാഹം സന്താനോൽപാദനത്തിന് മാത്രമല്ല, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉയർച്ചയ്ക്കും ആശ്വാസത്തിനും കൂടെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു കടമയാണ്, ഒരു ശുശ്രൂഷയാണ്, ഒരു കച്ചവടമല്ല. അത് ദുഃഖത്തിനുള്ളതല്ല, അത് സ്നേഹമാണ്. ദോഷമല്ല. അതിനാൽ കുടുംബത്തിൻ്റെ തലവൻ നീതിമാനായിരിക്കണം. അധിക കാർക്കശമോ അഭിനയവും കൂടാതെയും അതിരുകടന്ന കരുണയും ബലഹീനതയും കാണിക്കാതെയും പ്രവർത്തിക്കണം. ഈ ഇത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. കാരണം അപ്പോൾ ദൈവം അതേക്കുറിച്ച് ഇങ്ങനെയായിരിക്കും നിന്നോട് ചോദിക്കുക: നീ എന്തുകൊണ്ടാണ് ഇത്രയും നന്മയായി വർത്തിച്ചത്? നിന്നെ വിധിക്കുകയുമില്ല. കാരണം അധികമുള്ളവരെ ഭരിക്കാൻ പ്രവണതയുള്ള ആളുകൾ നല്ല ആളുകളുടെ മേൽ ആധിപത്യം പുലർത്തും. എന്നാൽ ഹൃദയകാഠിന്യത്തിന് ദൈവം എപ്പോഴും നിന്നെ ശകാരിക്കും. കാരണം അത് നിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരോടുള്ള സ്നേഹരാഹിത്യമാണ്. ഒരു ഭാര്യ അവളുടെ ഭർത്താവിനോടും മക്കളോടും ഭൃത്യരോടും നീതി പുലർത്തുന്നവളായിരിക്കണം. അവൾ ഭർത്താവിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവളാകണം. അവൾ അനുസരണയ എന്നത് എന്നാൽ അത് ആപത്തിന് സമ്മതം ആകരുത്. ഭാര്യ വഴങ്ങണം, എന്നാൽ വിലയില്ലാത്തവളായി താഴരുത്. ഭാര്യമാരെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളുടെ ചില തെറ്റായ വഴക്കങ്ങൾക്ക് ദൈവം കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കും. വഴങ്ങുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് അവർ തന്നെ ആയിരുന്നത് പോലും അവ എപ്പോഴും സ്നേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കില്ല. അവ നിങ്ങളുടെ നന്മയ്ക്കുള്ള പരീക്ഷണങ്ങളായിരിക്കും. ആ സമയത്ത് അവൻ അതേക്കുറിച്ച് ചിന്തിക്കില്ലായിരിക്കാം. എങ്കിലും ഒരു ദിവസം അവൻ തന്നോട് തന്നെ പറയും: എൻ്റെ ഭാര്യ വളരെ ജഡികാസക്തിയുള്ളവളാണ് എന്ന്. പിന്നീട് അവളുടെ വിശ്വസ്തതയെക്കുറിച്ച് അയാൾ സംശയിക്കുന്നതിനും തുടങ്ങും. നിങ്ങളുടെ സംസാരത്തിന് ചാരിത്രശുദ്ധി പാലിക്കണം. നിങ്ങളുടെ സംഗമത്തിന് ചാരിത്രശുദ്ധി പാലിക്കണം.
നിങ്ങളുടെ ഭർത്താക്കന്മാർ പരിശുദ്ധരായ വസ്തുക്കളോടുള്ള വിശുദ്ധമായ അകൽച്ച നിങ്ങളോട് കാണിക്കത്തക്ക വിധം ആത്മനിയന്ത്രണം അവരിൽ വരുത്തുന്നതിനും യോജിച്ച രീതിയിൽ വർത്തിക്കുക. നിങ്ങളവർക്ക് തുല്യരാണെന്ന് കരുതുവാൻ തക്കവിധത്തിൽ മഹിമയോടെ പെരുമാറുക. അടിമകളോ വെപ്പാട്ടികളോ ആയി സുഖത്തിനൊരു ഉപകരണം എന്ന രീതിയിൽ സുഖത്തിനെ ഒരു ഉപകരണം അതുമാത്രമായി തരം താഴരുത്. ഇഷ്ടമില്ലാതാകുമ്പോൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്യും. സംഗമത്തിന് ശേഷം കന്യാത്വത്തിൻ്റെ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന നമുക്ക് അവളുടെ ഭർത്താവിനെ ജഡീകതയിൽ നിന്ന് ഉയർത്തുവാൻ കഴിയും. അവൻ അങ്ങനെ വിഷയലംബനം വിട്ട് യഥാർത്ഥത്തിൽ ഭാര്യയുമായി ഒന്നു തന്നെയായി തീരുന്നു. അപ്പോൾ അവളെ സ്വന്തം ശരീരത്തെ എന്ന പോലെ ബഹുമാനിക്കുന്നതും അതാണ് നീതി. കാരണം ഭാര്യ അവൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്. ഒരു മനുഷ്യനും സ്വന്തം അസ്ഥിയെയും മാംസത്തെയോ ഉപദ്രവിക്കില്ല. നേരെ മറിച്ച് അവൻ അവയെ സ്നേഹിക്കുന്നു. അതിനാൽ ഭർത്താവും ഭാര്യയും ആദ്യത്തെ ദമ്പതികളെപ്പോലെ തങ്ങളുടെ ലൈംഗിക നഗ്നത കാണാതെ പരസ്പരം നോക്കുന്നു. എന്നാൽ തങ്ങളുടെ അരൂപിയിൽ പരസ്പരം സ്നേഹിക്കട്ടെ. അപ്പോൾ ഹീനമായ ലജ്ജ അവരിൽ ഉളവാക്കുകയില്ല. ഭാര്യ ഭർത്താവിനോട് ക്ഷമയോടുകൂടെയും മാതൃസഹജമായ വിധത്തിലും പെരുമാറട്ടെ. തൻ്റെ ആദ്യത്തെ കുട്ടി അയാളാണെന്ന് അവർ ചിന്തിക്കട്ടെ. കാരണം ഒരു സ്ത്രീ എപ്പോഴും അമ്മയാണ്. ഒരു മനുഷ്യന് എപ്പോഴും ക്ഷമയും വിവേകവും സ്നേഹവും കാരുണ്യവുമുള്ള ഒരു അമ്മയെ ആവശ്യമാണ്. ജീവിത സഖിയും അതേസമയം ഭർത്താവിൻ്റെ അമ്മയും ആകുവാൻ കഴിവുള്ള സ്ത്രീ അനുഗ്രഹീതയാകുന്നു. അമ്മയായി അവളെ പിന്താങ്ങുകയും മകളായി അയാളത് നയിക്കപ്പെടുകയും ചെയ്യും. ഒരു ഭാര്യ അധ്വാനശീലയായിരിക്കണം. ജോലി ദിവാസ്വപ്നങ്ങളെ ദൂരീകരിക്കുന്നു. സത്യസന്ധതയ്ക്കും പണസഞ്ചിക്കും അധ്വാനം നല്ലതാണ്. ബുദ്ധിഹീനമായ ഒരു അസൂയ തോന്നി വീട്ടിൽ നിന്നിറങ്ങുന്നതിനിടയാക്കും. ഒരുപക്ഷെ വേശ്യയുടെ കെണികളിൽ അവൻ കുടുങ്ങുവാനും മതി. അവൻ സത്യസന്ധനും വിശ്വസ്തനുമല്ലേ? എങ്കിൽ ഭാര്യയുടെ അസൂയയും കലിതുള്ളലും അവനെ തിരുത്തുവാൻ പര്യാപ്തമല്ല. എന്നാൽ
ഗൗരവമുള്ള ഗൗരവമുള്ളതാവാനും മുൻവിധിയും പകയുമില്ലാത്ത അന്തസ്സോടെ സ്നേഹത്തോടെ കൂടെയുള്ള പെരുമാറ്റവും അവനെ ചിന്തിക്കും, ബുദ്ധിപൂർവം വർത്തിക്കാൻ പ്രേരിപ്പിക്കും. ഭർത്താക്കന്മാരെ വീണ്ടും നേടിയെടുക്കാൻ പഠിക്കണം. ഒരു വികാരം അവനെ നിങ്ങളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് അവനെ കീഴ്പ്പെടുത്തിയതുപോലെ നിങ്ങളുടെ നന്മ കൊണ്ട് വീണ്ടെടുക്കണം. അങ്ങനെ ചെയ്യുവാൻ ശക്തി ലഭിക്കുന്നതിന് നിങ്ങളെ നീതിരഹിതരാക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദുഃഖത്തെ ചെറുക്കുന്നതിന് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുകയും അവരുടെ സ്വസ്ഥിതിയിൽ ശ്രദ്ധ പതിക്കുകയും ചെയ്യുവിൻ. ഒരു സ്ത്രീക്ക് എല്ലാം അവളുടെ കുട്ടികളിലുണ്ട്. സന്തോഷമുള്ള സമയത്ത് അവർക്ക് രാജകീയ കിരീടമാണ്. അവർ യഥാർത്ഥത്തിൽ വീട്ടിലെ രാജ്ഞിയാണ്. ഭർത്താവിനും അവൾ രാജ്ഞിയാണ്. ദുഃഖത്തിൻ്റെ സമയത്ത് തൈലം പോലെയാണ്. വഞ്ചനയിലോ വിവാഹ ജീവിതത്തിൻ്റെ മറ്റു ദുഃഖങ്ങളിലോ അവളുടെ തെറ്റ് അവളുടെ നെറ്റി കരിയുന്നത് പോലെയും അവളുടെ ഹൃദയത്തിൽ മുള്ളുകൾ തറയ്ക്കുന്നത് പോലെയുമുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുമ്പോൾ കുട്ടികളാണ് ആശ്വാസ തൈലം. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയേക്കാം എന്ന് ചിന്തിക്കത്തക്ക വിധം അഥവാ വിവാഹമോചനം നടത്താം, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ പോകാം എന്നെല്ലാം ചിന്തിക്കുന്നത് നിങ്ങൾ ആരംഭിക്കുകയാണോ? അരുത്. സ്ത്രീകളെ അരുത്. കളങ്കമറിയാത്ത നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ തന്നെ വീട്ടിലെ അസ്വസ്ഥമായ അന്തരീക്ഷം നിമിത്തം നിരാശരാണ്. അവർക്ക് അവകാശപ്പെട്ടതാണ് അപ്പനും അമ്മയും വീടും. ഇവിടെ ഒരു സ്നേഹം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റു സ്നേഹം കൂടുതൽ ജാഗ്രതയോടെ അവരെ കാത്തുരക്ഷിക്കണം. അവരുടെ നിഷ്കളങ്കമായ കണ്ണുകൾ നിങ്ങളെ നോക്കുന്നു. അവർ നിങ്ങളെ പഠിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിലധികം അവർ മനസ്സിലാക്കുന്നു. അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ചാണ് അവരുടെ അരൂപി രൂപീകൃതമാകുന്നത്. നിങ്ങൾ ഒരിക്കലും മക്കൾക്ക് ഇടർച്ച നൽകരുത്, എന്നാൽ അവരിൽ അഭയം തേടുവിൻ. മാംസത്തിൻ്റെ ബലഹീനതയിലും പാമ്പുകളുടെ കെണികളിലും നിന്നും മക്കളാകുന്ന ശക്തിയേറിയ പുഷ്പക്കോട്ടയിൽ അഭയം പ്രാപിക്കുവിൻ. സ്ത്രീ ഒരമ്മയായിരിക്കട്ടെ, നീതിയുള്ള അമ്മ, സഹോദരിയും അതേസമയം അമ്മയും സ്നേഹിതയും, അതോടൊപ്പം പുത്രന്മാരുടെയും പുത്രിമാരുടെയും സഹോദരി ആകട്ടെ. എല്ലാറ്റിലും ഉപരിയായി അവർ സകല കാര്യങ്ങളിലും അവർക്ക് മാതൃകയാകട്ടെ. അവർ പുത്രിമാരുടെയും പുത്രന്മാരുടെയും മേൽ ജാഗ്രത പുലർത്തണം. അവരെ ശാന്തമായി തിരുത്തണം.
ആദരിക്കണം, ചിന്തിക്കുവാൻ പഠിപ്പിക്കണം. ഇവയെല്ലാം ഒരേ ബീജത്തിൽ നിന്ന്, ഒരേ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചവരാണ്. സ്വൽസ്വഭാവികൾ സ്നേഹിക്കുക എളുപ്പമാകുന്നു, കാരണം അവർ സന്തോഷം നൽകുന്നു. അത്രയും സന്തോഷം നൽകാത്തവരെയും സ്നേഹിക്കണം. ദുഃഖമുള്ള സ്നേഹമായിരിക്കാം. മനുഷ്യനെ അപ്രകാരമായി തീരുന്നതിന് മാർഗങ്ങളും സമയവും അവർക്ക് കൊടുക്കുന്നു. അവരുടെ മരണം വരെ അവൻ ക്ഷമിക്കുന്നു. പരിഹാരമൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുന്ന അവസ്ഥയിൽ അവനെ വിധിക്കുവാനുള്ള അവകാശം തൻ്റേതു മാത്രമായിരിക്കുകയും ചെയ്യുന്നു. കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഈശോയുടെ വാക്കുകൾ. വർഷങ്ങൾക്ക് മുൻപ് തോപ്പ് സ്കൂളിൽ, സെൻ്റ് തോമസ് തോപ്പ് സ്കൂളിലെ സോവിനിയറിൽ വന്നിട്ടുള്ള എൻ്റെ ആർട്ടിക്കിളാണ്. 25 കൊല്ലം മുൻപ്. ഇതാണ് ഈ ആർട്ടിക്കിൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ. കുട്ടികൾക്ക് അത് വായിച്ചിട്ടില്ല. ഓക്കെ.